ഹായ് നമസ്കാരം, ഫാസിലാണ്. നമ്മളെ വീട്ടിലൊക്കെ ഇതേപോലത്തെ ചെറിയ തൈകളിലൊക്കെ നമുക്ക് പേരക്ക കായ്ക്കുമല്ലോ. കാരണം നമ്മൾ ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി നടുന്ന ആ ഒരു ടൈമിൽ തന്നെ അതിൽ പൂവിട്ടിട്ടുണ്ടാവും. അപ്പോൾ ലേശം വലുപ്പം വെക്കുമ്പോൾ തന്നെ അതിൽ പേരക്ക കായ്ക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, കാരണം പേരക്കൻ്റെ ലോഡ് ചിലപ്പോൾ കമ്പുകൾക്ക് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എനിക്ക് ഇതിന് മുന്നേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും വാട്സാപ്പിൽ ചോദിക്കുന്നത് ഇതിപ്പോൾ ഇതാ പേരക്ക മൂപ്പായിട്ടുള്ളത്, അത്യാവശ്യം വലുപ്പം എത്തിയിട്ടില്ല, ഇനിയും വലുപ്പം എത്താനുണ്ട്. അപ്പോൾ ഇതിവിടെ കണ്ടില്ലേ, ഇവിടെ ഒടിഞ്ഞ് വരുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കയറുകൊണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇത് പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആറ്റുനോറ്റ് വളർത്തിയ പേരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കാരണം അതിലെ കായ് ഇങ്ങനെ കണ്ണും നട്ട് നോക്കിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ എല്ലാവർക്കും വളരെ വിഷമമായിരിക്കും. ഇവിടെ ഞങ്ങൾക്ക് വേറെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മുന്നേ പൊട്ടിപ്പോയതാണ്, അത് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ ഞാൻ നേരെ കട്ട് ചെയ്ത് കൊടുത്തതാണ്. കാരണം അത് ഞാൻ കെട്ടിയിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അതിൽ 2 പേരൊക്കെ ഉണ്ടായിരുന്നു, അല്ല 3 ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിപ്പോയി. ഇപ്പോൾ ഇത് അടുത്തത് ഈ കൊമ്പ് കണ്ടില്ലേ, ഇതിലും കണ്ടില്ല, ഈ കൊമ്പ് ഇങ്ങനെ വളഞ്ഞു പോയിക്കണം. കൊമ്പിന് അത്യാവശ്യം വലുപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലിതാ അടിയിൽ 2 പേരൊക്കെ വലുതുണ്ട്, അതേപോലെ അതിൻ്റെ മേലെ 2 പേരൊക്കെ വലുതുണ്ട്. ഇതിപ്പോൾ ഞാൻ കെട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറുകൊണ്ട് മേലോട്ടൊക്കെ അവിടെയൊക്കെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ കമ്പ് ഒടിഞ്ഞു പോകും. അപ്പോൾ പേരൊക്കെ ചിലപ്പോൾ നമുക്ക് തിന്നാൻ വേണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ കമ്പ് ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്.